നമുക്ക് കോട്ടൺ ചുരിദാർ മെറ്റീരിയൽസിൻ്റെ ഒരു കളക്ഷനാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. കോട്ടൺ വിത്ത് ഷിഫോൺ ദുപ്പട്ടയുണ്ട്, കോട്ടൺ വിത്ത് കോട്ടൺ ദുപ്പട്ടയുണ്ട്. നമുക്ക് ഈ അപ്കമിങ് സമ്മർ സീസണിന് ഭയങ്കര അടിപൊളിയായിട്ടുള്ള സെറ്റ്സാണ് ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ ഇതിനകത്ത് ഏതെങ്കിലും പീസസ് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ നമ്മുടെ വാട്സപ്പ് ത്രൂ പർച്ചേസ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടെ വെബ്സൈറ്റ് ത്രൂ പർച്ചേസ് ചെയ്യാം. വെബ്സൈറ്റിൻ്റെ ലിങ്ക് നമ്മുടെ വീഡിയോയുടെ താഴെ കൊടുത്തിട്ടുണ്ടാകും. അപ്പോൾ നമ്മുടെ വീഡിയോസ് എല്ലാം നമ്മൾ നമ്മുടെ ഇൻസ്റ്റയിലും യൂട്യൂബിലും ഫേസ്ബുക്കിലും ഒക്കെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതിനകത്ത് കാണുന്നവർ നമ്മുടെ പേജ് ഒന്ന് ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ഫോളോ ചെയ്യുകയൊക്കെ ചെയ്യുക. അപ്പോൾ അങ്ങനെ ചെയ്യുന്നവരിൽ നിന്ന് നമ്മൾ നറുക്കിട്ട് 9 പേർക്ക് എല്ലാ മാസവും ഗിഫ്റ്റ് അയച്ചു കൊടുക്കുന്നുണ്ട്. സാരീസാണ് നമ്മൾ ഗിഫ്റ്റായിട്ട് അയച്ചു കൊടുക്കുന്നത്. അപ്പോൾ അതിനകത്തൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് കാണാം ഇന്ന് വന്നിരിക്കുന്ന കളക്ഷൻസ് ഏതൊക്കെയാണെന്ന്. ഫസ്റ്റ് വന്നിരിക്കുന്നത് നമുക്ക് ഒരു എന്താ എൻ്റെ ഷെയ്ഡ്, ഒരു ബ്ലൂ ഷെയ്ഡാണ്, പക്ഷേ നല്ലൊരു റെയറായിട്ടുള്ളൊരു ബ്ലൂ ഷെയ്ഡാണ് കേട്ടോ. ഈ മെറ്റീരിയലൊക്കെ നല്ല ലോങ് ലാസ്റ്റ് ചെയ്യുന്ന മെറ്റീരിയലാണ്. നമ്മൾ എത്ര വാഷ് ചെയ്താലും ഒരു കംപ്ലൈൻറ്റും ഇല്ലാത്ത മെറ്റീരിയലാണ് കേട്ടോ ഇതൊക്കെ. പിന്നെ ഇതിൻ്റെ ബോഡിയിൽ കണ്ടോ ഇതേപോലെ ഒരു എംബ്രോയ്ഡറി വർക്കും ബ്ലോക്ക് പ്രിൻറ്റും കൂടെയാണ്. ഇത് പ്യുവർ ബ്ലോക്ക് പ്രിൻറ്റ് തന്നെയാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത് കേട്ടോ. ഇത് സ്ക്രീൻ പ്രിൻ്റ് അല്ല, ബ്ലോക്ക് പ്രിൻറ്റ് തന്നെയാണ്. ഈ എംബ്രോയ്ഡറി വർക്കും ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ബാക്ക് സൈഡിലും ഇതുപോലെ ബ്ലോക്ക് പ്രിൻറ്റ് വന്നിട്ടുണ്ട്. ഭയങ്കര നമുക്ക് ബോഡിക്ക് ഭയങ്കര സ്കിന്നിന് നല്ല ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണ്. ഇതൊക്കെ നമുക്ക് ഇട്ടാൽ എത്ര വാഷ് ചെയ്താലും ഒരു കുഴപ്പമില്ല, ഇട്ടാലും നല്ല കംഫർട്ടാണ്. പ്യുവർ കോട്ടണിൽ വന്നിരിക്കുന്ന സെറ്റ്സ്. ഇതാണ് അതിൻ്റെ ദുപ്പട്ട വരുന്നത്. ദുപ്പട്ട വരുമ്പോൾ ഇങ്ങനെ ഷിഫോണിൽ വരുന്ന ദുപ്പട്ട. ഇത് നല്ല ഷിഫോണിൽ വന്നിരിക്കുന്ന ദുപ്പട്ടയാട്ടോ. അതേപോലെ നല്ല പ്യുവർ കോട്ടണിൽ തന്നെ വന്നിരിക്കുന്ന ബോട്ടം. ഇങ്ങനെ കോട്ടൺ ലവേഴ്സിന് നല്ലൊരു സെറ്റാട്ടോ ഇത്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 2350 ഇതിൻ്റെ റേറ്റ് വരുന്നത്. 2350 റേഞ്ചിൽ വരുന്ന കോട്ടൺ സെറ്റ്സ്. നിങ്ങളിത് ഷാമ്പൂലും കൂടെ വാഷ് ചെയ്യുവാണെങ്കിൽ നന്നായിട്ടിരിക്കും. അടുത്ത കളർ കണ്ടോ, അടുത്തതൊരു ബേജ്, ഒരു ബേജിൻ്റെ ഒരു ടോൺ, സ്ലൈറ്റ്ലി ഒരു ഗ്രീനിഷ് പോലെ ഉള്ള ഒരു ബേജ്. അതിനകത്ത് ഇതേപോലെയാണ് ബ്ലോക്ക് പ്രിൻറ്റും എംബ്രോയ്ഡറി വർക്കും കൂടെ വന്നിരിക്കുന്നു. ദുപ്പട്ടയിലും ഇതുപോലെ വർക്ക് വരും. അതേപോലെ കോട്ടണിൽ തന്നെ വന്നിരിക്കുന്ന ബോട്ടം. സാധാരണ നമ്മളെപ്പോഴും പറയും കോട്ടൺ എടുത്താൽ പെട്ടെന്ന് നരച്ച് പോകും എന്നൊക്കെ പറയും. പക്ഷേ നമ്മൾ വാഷ് ചെയ്യുന്നതെല്ലാം ഷാമ്പൂവിൽ വാഷ് ചെയ്യുക. ഫസ്റ്റ് വാഷ് കളർ ഗാർഡിൽ മുക്കിയിട്ട് ഷാമ്പൂവിൽ വാഷ് ചെയ്യുക. ഇതൊന്നും കളർ ഗാർഡിൽ മുക്കിയില്ലെങ്കിലും കുഴപ്പമില്ല. ഇതൊക്കെ നല്ല ലോങ് ലാസ്റ്റ് ചെയ്യുന്ന മെറ്റീരിയൽസ്. എത്ര ഡെയിലി യൂസിനൊക്കെ ചെയ്യുന്നവർക്കൊക്കെ നല്ലൊരു മെറ്റീരിയലാണ് ഇതൊക്കെ. ഒരു പിങ്ക് എന്ന് പറഞ്ഞാൽ നല്ലൊരു ഇങ്ങനെ ഭയങ്കര തെളിഞ്ഞു നിൽക്കുന്ന പിങ്കല്ല, നല്ല ഭംഗിയുള്ളൊരു പിങ്ക് കേട്ടോ. ഇതാണ് അതിൻ്റെ ദുപ്പട്ട വരുന്നത്. അതേപോലെ തന്നെ ബോട്ടം 2350. വേറൊരു സെറ്റാട്ടോ ഇത്. വേറെ സെറ്റാണോ? ഇതും ഒരു പിങ്കിൽ ഇതേപോലെ എംബ്രോയ്ഡറി വർക്കും ബ്ലോക്ക് പ്രിൻറ്റും കൂടെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ റേറ്റ് എത്രയാണ്? ഇതും 2350 തന്നെ. ഇതാണ് അതിൻ്റെ ദുപ്പട്ട വരുന്നത്. ബോട്ടം 2350. അടുത്തത് വരുന്നത് അതിൻ്റെ ഒരു യെല്ലോ എന്ന് പറഞ്ഞാലേ ഈ ഭയങ്കര ബ്രൈറ്റായിട്ട് നിൽക്കുന്ന യെല്ലോ അല്ല കേട്ടോ. നല്ലൊരു ഗോൾഡൻ അങ്ങനെ ബ്ലെൻഡായിട്ടുള്ളൊരു യെല്ലോയാണ്. ഇതാണ് അതിൻ്റെ പ്രിൻറ്റഡ് കോട്ടൺ ബോട്ടം. രണ്ടും കോട്ടൺ ആണ്. കോട്ടൺ ടോപ്പ് ആൻഡ് കോട്ടൺ ബോട്ടം ആൻഡ് ഷിഫോൺ ദുപ്പട്ട. അടുത്തത് വരുന്നത് ഒരു ഒരു ഗ്രേ പ്യുവർ കോട്ടൺ ആണ്. ഡിസൈനിൽ മാത്രമുള്ള ഡിഫറൻസേ ഉള്ളൂ കേട്ടോ. മെറ്റീരിയലൊക്കെ സെയിം ആണ്. 2350. അടുത്തത് വരുന്നത് ഒരു ലൈറ്റ് ഗ്രീനിഷ് ടോൺ. ദുപ്പട്ട ആൻഡ് ബോട്ടം. അടുത്ത് വരുന്ന അതിൻ്റെ ഒരു ലൈറ്റ് പിങ്ക്. ഇതിൻ്റെ ബാക്ക് സൈഡിലും ഇതുപോലെ ബ്ലോക്ക് പ്രിൻ്റ് ഉണ്ട് കേട്ടോ. എംബ്രോയ്ഡറി ഇല്ലെന്നേ ഉള്ളൂ, ബ്ലോക്ക് പ്രിൻ്റ് ഉണ്ട്. പിങ്ക്. ഇതാണ് അതിൻ്റെ
ഷോൾ വരുന്നത് ആൻഡ് ബോട്ടം. അടുത്തത് വരുന്നത് നമുക്ക് ഇതിൻ്റെ റേറ്റ് വരുന്നത് 2160. ഇത് ഫ്രണ്ടിൽ ഇതേപോലെ എംബ്രോയ്ഡറി വർക്ക്, ഇതും പ്യുവർ കോട്ടൺ തന്നെയാണ്. ഇതൊരു ലാവൻഡർ പർപ്പിൾ ടോൺ. ഫ്രണ്ടിൽ ഇങ്ങനെ എംബ്രോയ്ഡറി വർക്കാണ് വരുന്നത്. ബാക്ക് സൈഡ് പ്ലെയിൻ ആണ്. ഇതിനകത്ത് വരുന്നത് കോട്ടൺ ദുപ്പട്ടയാട്ടോ. കോട്ടണിൽ വരുന്ന ദുപ്പട്ട, നല്ല വലിയ ദുപ്പട്ടയാണ് കോട്ടണിൽ. അതേപോലെ തന്നെ പ്രിൻറ്റഡ് കോട്ടൺ ബോട്ടം. അടുത്തത് വരുന്നത് ഒരു ഗ്രീനിഷ് ടോൺ, ഒരല്പം ഒരു യെല്ലോ ചേർന്നിട്ടുള്ളൊരു ഗ്രീനിഷ് ടോൺ. ഇതാണ് അതിൻ്റെ ദുപ്പട്ട വരുന്നത് ആൻഡ് ബോട്ടം. അടുത്തത് വരുന്നത് ഒരു ഗ്രീനിഷ് ടോൺ, ദുപ്പട്ട ആൻഡ് ബോട്ടം. എല്ലാം പ്യുവർ കോട്ടണിൽ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഇന്നത്തെ ചുരിദാറിൻ്റെ കളക്ഷൻസ്. ഇതിനകത്ത് ഏതെങ്കിലും പീസസ് ഇഷ്ടപ്പെട്ടതുണ്ടെങ്കിൽ ഒന്നുകിൽ നമ്മുടെ വെബ്സൈറ്റ് ത്രൂ പർച്ചേസ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മുടെ വാട്സപ്പ് ത്രൂ പർച്ചേസ് ചെയ്യുക. പുതിയ പുതിയ കളക്ഷൻസുമായി നമ്മൾ വീണ്ടും കാണും. ടിൽ ദെൻ ബൈ, ടേക്ക് കെയർ. ഫേസ്ബുക്കിൽ നമ്മുടെ ഈ ചാനലിൻ്റെ പേര് എയിൻസ് ബൊട്ടീക്ക് എന്നാണ് നമ്മുടെ ഫേസ്ബുക്കിൽ ഈ ചാനലിൻ്റെ പേര്. അപ്പം ഈ ഫേസ്ബുക്ക് പേജ് നമ്മൾ ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളിവിടെ ഫോളോയിങ് എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ടാകും. അത് ഫോളോ ചെയ്തിട്ടില്ലാത്തവർ ഫോളോ ചെയ്യണം. ഫോളോ ചെയ്തവർക്ക് ഇങ്ങനെ ഒരു ഫോളോയിങ് എന്നുള്ള ഓപ്ഷൻ വരും. ഫോളോയിങ്ങിൻ്റെ നേരെ ഒരു ആരോ മാർക്ക് ഉണ്ടാവും. അപ്പോൾ ജസ്റ്റ് അതിനകത്തൊന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെ 4 ഓപ്ഷൻസ് വരും. അപ്പോൾ അതൊന്നും നമ്മൾ മൈൻഡ് ചെയ്യേണ്ട. ഫസ്റ്റ് കാണുന്ന ഫീഡ് എന്നുള്ള ഓപ്ഷൻ മാത്രം എടുക്കുക. അതിൻ്റെ നേരെയുള്ള ആരോ മാർക്കിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അതിനകത്ത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ 2 ഓപ്ഷൻസ് വരും. അപ്പോൾ ഓൾറെഡി ഡിഫോൾട്ടാണ് ഇവിടെ സെലക്ട് ആയി കിടക്കുന്നത്. അപ്പോൾ ഡിഫോൾട്ട് സെലക്ഷൻ മാറ്റി നമ്മൾ ഫേവറിറ്റ്സ് എന്നുള്ള സെലക്ഷൻ കൊടുക്കുക. ജസ്റ്റ് ആ ഫേവറിറ്റ്സിൻ്റെ നേരെയുള്ള ബട്ടണിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഫേവറിറ്റ്സ് ആയി. ജസ്റ്റ് ഒന്നുകൂടി ഒന്ന് സ്ക്രോൾ ഡൗൺ ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ഫോളോയിങ് മാറിയിട്ട് ഇവിടെ ഫേവറിറ്റ്സ് ആയി. അപ്പം ഇങ്ങനെ വന്നു കഴിയുമ്പം നമ്മളിടുന്ന വീഡിയോസും പോസ്റ്റും എല്ലാം കറക്റ്റായിട്ട് നിങ്ങൾക്ക് കിട്ടും. അപ്പം ഇത് ചെയ്യാത്തവർ ഇങ്ങനെയൊന്ന് ചെയ്ത് വയ്ക്കുക. പേജ് ഫോളോ ചെയ്യാത്തവരൊന്ന് ഫോളോ ചെയ്യുക. ഫോളോ ചെയ്ത് കഴിഞ്ഞ് ഫേവറിറ്റ്സിലേക്ക് ആഡ് ചെയ്തിടുക. അപ്പോൾ നമ്മുടെ എല്ലാ വീഡിയോസും കറക്റ്റായിട്ട് കിട്ടും. താങ്ക്